Welcome all. Now we are discussing about the topics transpose of a matrix, conjugate of a matrix and conjugate transpose of a matrix. First one, transpose of a matrix. A matrix of order n by m obtained by interchanging the rows and columns of a m by n matrix A is called the transpose of A, denoted by A dash or A raised to T. If A is equal to matrix Aij m by n, A transpose equal to matrix Aji n by m. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർചേഞ്ചിങ് ദി റോസ് ആൻഡ് കോളംസ്. റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണേനാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുക. ജനറൽ ഫോമാണ് തന്നിട്ടുള്ളത്. ഒരു എ എന്ന മെട്രിക്സ് Aij, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസും ജെ എന്ന് പറഞ്ഞ കോളംസ് ആണ്. ഈ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണേനാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് Aji n by m വന്നു. For example, find the transpose of the given matrix A is equal to matrix 1, 2, 3, 4. Solution: given a matrix of the order 2 by 2, transpose of a matrix is given by interchanging of rows and columns. A transpose equal to matrix 1, 3, 2, 4. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മെട്രിക്സ് എ പറയണത് മെട്രിക്സ് 1, 2, 3, 4 ആണ്. ഫസ്റ്റ് റോ ആയിട്ടുള്ള 1, 2 നമ്മൾ എന്തായിട്ട് എഴുതാണ്? ഫസ്റ്റ് കോളായിട്ട് എഴുതുകയാണ്. എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ 1, 2 ഫസ്റ്റ് കോളായിട്ട് എഴുതുകയാണ് 1, 2. ആൻഡ് സെക്കൻഡ് റോയെ നമ്മൾ സെക്കൻഡ് കോളായിട്ട് എഴുതുകയാണ് 3, 4 ആൻഡ് സെക്കൻഡ് കോളം 3, 4. Properties of transpose of a matrix. First one, transpose of the transpose matrix A transpose of transpose equal to A. Second one, additional properties of a matrix A plus B of transpose equal to A transpose plus B transpose. Third one, multiplication by constant Ka of transpose equal to K into A transpose. Fourth one, multiplication properties of transpose AB of transpose equal to B transpose into A transpose. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൻ്റെ 4 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ട്രാൻസ്പോസ് ഓഫ് ദി ട്രാൻസ്പോസ് മെട്രിക്സ്. ഇഫ് വി ടേക്ക് ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് മെട്രിക്സ്, ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ഈസ് ഈക്വൽ ടു ദി ഒറിജിനൽ മെട്രിക്സ്. എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് തന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണണ്ട നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടുമെന്നാണ് പറയണത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 4, 8, 5, 9 എടുക്കുകയാണ്. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ടും എഴുതാണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 4, 5, 8, 9. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 4, 8, 5, 9 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? എ ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്പോസും എയും തമ്മിൽ ഈക്വൽ ആണെന്ന് കണ്ടെത്തി. നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തൊക്കെയാണ്. ഇനി അതിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രൂഫ് പറയാണ്. ലെറ്റ് എ ബി എ എം ബൈ എൻ മെട്രിക്സ് ദാറ്റ് ഈസ് A is equal to matrix Aij m by n. Then A transpose equal to matrix Aji n by m. Therefore, A transpose of transpose equal to matrix Aij m by n. Obviously, A transpose of transpose equal to A. Second property, additional properties of a matrix. Transpose of an addition of two matrices A and B obtained will be exactly equal to the sum of transpose of individual matrix A and B. A plus B of A plus B of transpose equal to A transpose plus B transpose. എന്താണ് സെക്കൻഡ് പ്രോപ്പർട്ടി? രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാലും അല്ല ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് അതിനെ ആഡ് ചെയ്താലും അതായത് സമ്മ് കണ്ടാലും ഇവർ തമ്മിലുള്ള കിട്ടുന്ന മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണത് സെക്കൻഡ് പ്രോപ്പർട്ടി. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. എക്സാമ്പിൾ, എ is equal to matrix 1, 2, 3, 4. B is equal to matrix 5, 6, 7, 8. A plus B is equal to matrix 6, 8, 10, 12.
A plus B of transpose equal to first row first column, second row second column ആയിട്ട് എഴുതാണ്. അപ്പോൾ A plus B of transpose equal to matrix 6, 8, 10. 6, 10, 8, 12. ഇനി A transpose equal to A മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ടും എഴുതി മെട്രിക്സ് 1, 3, 2, 4. ബി മെട്രിക്സിൻ്റെ ബി ട്രാൻസ്പോസ് കാണുമ്പോൾ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ടും എഴുതാണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 5, 7, 6, 8. A transpose plus B transpose is equal to matrix 6, 10, 8, 12. A plus B of transposeും A transpose plus B transposeും തമ്മിൽ ഈക്വൽ ഒരേ മെട്രിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് A plus B of transpose equal to A transpose of plus B transpose ആണെന്ന് പറയാം. ഇതിൻ്റെ പ്രൂഫ് let A is equal to matrix Aij m by n and B is equal to matrix Bij m by n, then A transpose equal to matrix Aj n by m, B transpose equal to matrix Bj n by m. Also A plus B is equal to matrix Aij plus Bij m by n. Therefore A plus B of transpose equal to matrix Aj plus Bj n by m. A transpose plus B transpose equal to matrix Aj n by m plus matrix Bj n by m. Third property, multiplication by constant. If a matrix is multiplied by a constant and its transpose is taken, then the matrix obtained is equal to the transpose of original matrix multiplied by that constant, that is Ka of transpose equal to K into A transpose, where K is a constant. Example, B is equal to matrix 4, 6, 3, 2. അതിൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് 4K, 6K, 3K, 2K. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 4K, 3K, 2K. ഇനി നമ്മൾ ബി എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ട് എഴുതി കഴിഞ്ഞാൽ മെട്രിക്സ് 4, 3, 6, 2. എന്നിട്ട് നമ്മളതിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. അപ്പോൾ കിട്ടുന്നത് മെട്രിക്സ് 4K, 3K, 6K, 2K. കെ ബി ഓഫ് ട്രാൻസ്പോസും K ഇൻറ്റു ബി ട്രാൻസ്പോസും നമുക്ക് ഒരേ മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവ രണ്ടാളും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. കെ ബി ഓഫ് ട്രാൻസ്പോസ് ഈക്വൽ ടു K ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഇനി അതിൻ്റെ പ്രൂഫ്, ലെറ്റ് ആസ് K is a constant, Ka is also m by n matrix given by Ka is equal to matrix Aij m by n. According to definition, Ka of transpose equal to matrix Kaij n by m. Again, A transpose equal to matrix Aj n by m. So that K into A transpose equal to matrix Kaj n by m. Now obviously K into A of transpose equal to K into A transpose. Fourth property, multiplication property of transpose. Transpose of the product of two matrices is equal to the product of transpose of the two matrices in reverse order, that is AB transpose equal to B transpose into A transpose. നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എയും ബിയും രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാലും ഇൻഡിവിജ്വൽ ആയിട്ട് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് ഇൻറ്റു ചെയ്താലും, പക്ഷേ റിവേഴ്സ് ഓർഡറിൽ ബി ഇൻറ്റു എ ആണ്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്താലും ഇവ രണ്ടും തമ്മിലുള്ള മെട്രിക്സ് ഈക്വൽ ആയിരിക്കുന്നതാണ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് അതിനുള്ള എക്സാമ്പിൾ നോക്കാം. എ ഇസ് ഈക്വൽ ടു 2, 4, 3. B is equal to matrix 1, 0, 1. A into B ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് 2, 0, 2, 4, 0, 4, 3, 0, 3 എന്ന് കിട്ടും. അതിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളം, തേർഡ് റോയെ തേർഡ് കോളം ആയിട്ട് എഴുതാണ്. എ ബി ഓഫ് ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 2, 4, 3, 0, 0, 0, 2, 4, 3. ഇനി
എ എന്നിട്ടുള്ള മെട്രിക്സിന് നമ്മൾ എ ട്രാൻസ്പോസ് കാണുമ്പോൾ ഫസ്റ്റ് കോളത്തിന് ഫസ്റ്റ് റോ ആയിട്ട് എഴുതാണ്. അപ്പോൾ എന്താണ് കിട്ടുക? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 2 4 3. ബി ഫസ്റ്റ് റോയെ ബി ട്രാൻസ്പോസ് കാണുമ്പോൾ ഫസ്റ്റ് കോളായിട്ട് എഴുതാണ് മെട്രിക്സ് 1 0 1. റിവേഴ്സ് ഓർഡറിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 1 ഇൻറ്റു മെട്രിക്സ് 2 4 3 is equal to matrix 2 4 3 0 0 0 2 4 3. എ ബി ഓഫ് ട്രാൻസ്പോസും ബി ഇൻറ്റു എ ട്രാൻസ്പോസും തമ്മിൽ ഈക്വൽ ആണെന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്താണ്? എ ബി ഓഫ് ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എ is equal to matrix എ ഐ ജെ എം ബൈ എൻ, ബി is equal to matrix ബി ഐ ജെ എൻ ബൈ പി. Then A transpose equal to matrix AJI n by m and B transpose equal to matrix BJI p by n. Therefore, B transpose into A transpose is a matrix of order p by m. It is obvious that C is equal to AB is equal to matrix Cij is a matrix of order m by p. Then AB of transpose equal to matrix Cij P by M. Then the matrix AB of transpose and B transpose into A transpose are conformable because it is a matrix of order P by M. Now, jith element of AB of transpose is equal to ijth element of AB. Summation k equal to 1 to n aik bkj for all values of I and j. The element of jth row of B transpose of are b1j, b2j, etc. bnj, and the elements of ith column of A transpose are ai1, ai2, etc. ain. Then jith element of B transpose A transpose is summation k equal to 1 to n bkj ik is equal to summation k equal to 1 to n aik bkj for all values of I and j. Thus, the matrix AB of transpose and B transpose into A transpose are conformable and their corresponding elements are equal. Hence, AB of transpose equal to B transpose into A transpose. This result is known as the reversal law of transposes. Second one, the conjugate of a matrix. If A is any matrix having complex numbers, then the matrix obtained from A by replacing its each elements by its conjugate complex number is called the conjugate of matrix. A and is denoted by A bar or A star. Thus, if A is equal to matrix Aij, then A conjugate equal to matrix Aij conjugate, where Aij conjugate is the complex conjugate of Aij. കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് ദി കോൺജുഗേറ്റ് ഓഫ് എ മെട്രിക്സ്. ഇഫ് എ conjugate and B conjugate are the conjugate of matrix A and B respectively, then A conjugate of conjugate is equal to A, B, A plus B of conjugate is equal to A conjugate plus B conjugate, A and B in conformable. C, K into A conjugate is equal to K conjugate into A conjugate, K being any complex number. D, AB of conjugate is equal to A conjugate into B conjugate, A and B being conformable for multiplication. Properties of the conjugate of a matrix എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് കണ്ടിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ മെട്രിക്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയണത്. സെക്കൻഡ് പ്രോപ്പർട്ടി പറയണത് എയും ബിയും രണ്ട് മെട്രിക്സ് തന്നാൽ അത് തമ്മിൽ സമ്മി ചെയ്തിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞതും അതേപോലെ ഇൻഡിവിജ്വലായിട്ട് എയും ബിയും തമ്മിൽ കോൺജുഗേറ്റ് കണ്ടിട്ട്
സം ചെയ്താലും ഇവ രണ്ടും തമ്മിലുള്ള മെട്രിക്സ് ഈക്വൽ ആയിരിക്കുന്നതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയണത്. തേർഡ് വൺ പറയണത് കെ പറയണത് ബീങ് എനി കോംപ്ലക്സ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സോ സ്കേലാറോ ഏത് വേണമെങ്കിലും ആവാം, ഇവ തമ്മിലും മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടാലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് കോൺജുഗേറ്റ് കണ്ടാലും ഇവ തമ്മിലുള്ള മെട്രിക്സ് ഈക്വൽ ആയിരിക്കുന്നതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടാലും ഇൻഡിവിജ്വൽ ആയിട്ട് കോൺജുഗേറ്റ് കണ്ടിട്ട് മൾട്ടിപ്പിൾ ചെയ്താലും മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കുന്നതാണ് പറയണത്. A is equal to matrix 1 plus 2i 2i 3 5i 2 minus 3i. A കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഐ വരണോടത്തിൻ്റെ അതിൻ്റെ സൈൻ മാറ്റി എഴുതുക. 1 plus 2i നമ്മൾ എന്തായിട്ട് എഴുതുക, 1 minus 2iയും. പിന്നെ ഇവിടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഐ ആണ് വരണത്, ഐൻ്റെ സൈൻ മാറ്റി ചെയ്ത് മൈനസ് ഐ എന്ന് വരും. അതേപോലെ സെക്കൻഡ് റോയിൽ അതേപോലെ 3 കഴിഞ്ഞിട്ട് 5i വരുന്നുണ്ട്, അതിൻ്റെ അവിടെ സൈൻ മാറ്റി ചെയ്ത് മൈനസ് 5i. ആൻഡ് 2 minus 3i അതിനെ സൈൻ മാറ്റി ചെയ്ത് 2 plus 3i. അപ്പോൾ എ പറയുന്നത് മെട്രിക്സ് 1 plus 2i 2i 3 5i 2 minus 3i. എ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ ഒക്കെ ഉള്ളതിനൊക്കെ സൈൻ മാറ്റി ചെയ്തിട്ട് മെട്രിക്സ് 1 minus 2i 2 minus i 3 minus 5i 2 plus 3i. ഇനി എ കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് കാണാനാണ് പറയണത്. അപ്പോൾ ഇതേപോലെ കാണുമ്പോൾ എന്ത് വരും, കോൺജുഗേറ്റിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ സൈൻ മാറ്റി എഴുതുമ്പോൾ 1 plus 2i 2i 3 5i 2 minus 3i എന്ന് വരും. അപ്പോൾ എ കോൺജുഗേറ്റ് ഓഫ് കോൺജുഗേറ്റും മെട്രിക്സ് എയും രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടു. അപ്പോൾ എ കോൺജുഗേറ്റ് ഓഫ് കോൺജുഗേറ്റ് ഈക്വൽ ടു എ. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എ is equal to matrix aij m by n, then a conjugate is equal to matrix aij of conjugate m by n, where aij conjugate is the complex conjugate of aij. Now a conjugate of conjugate is equal to complex conjugate of matrix aij conjugate m by n is equal to aij m by n is equal to a. A conjugate of conjugate equal to a. Second property, a is equal to 3 plus 2i 5 6i 7 plus 2i. B is equal to matrix 1 plus 2i 2 3 2 plus 3i. A plus b കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് 4 plus 4i 7 9i 9 plus 5i എന്ന് കിട്ടും. A plus b ഓഫ് കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 minus 4i 7 minus 9i 9 minus 5i എന്ന് കിട്ടും. ഇനി എ മെട്രിക്സിനെ നമുക്ക് എന്തായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കോൺജുഗേറ്റ് കാണാനാണ്. അപ്പോൾ മെട്രിക്സ് 3 minus 2i 5 minus 6i 7 minus 2iയും. ബി മെട്രിക്സിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് 1 minus 2iയും 2ഉം 3ഉം 2 minus 3i. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ കണ്ടിട്ടുള്ള മെട്രിക്സിനെ തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടണത് എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 4 minus 4i 7 minus 9i 9 minus 5i. A plus b of conjugate is equal to a conjugate plus b conjugate. ഇവിടെ എന്താണ് എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റും എ പ്ലസ് ബി ഓഫ് കോൺജുഗേറ്റും നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ എന്താണ് നമ്മളത് പ്രൂവ് ചെയ്തൊക്കെയാണ്. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ലൈക്ക് എ is equal to matrix aij m by n and b is equal to matrix bij m by n, then a plus b is equal to matrix aij plus bij m by n. So a plus b of conjugate is equal to complex conjugate of matrix aij plus bij m by n is equal to complex conjugate of matrix aij m by n plus complex conjugate of matrix bij m by n is equal to matrix aij conjugate m by n plus
matrix Bij conjugate m by n is equal to A conjugate plus B conjugate. That is, the conjugate of the sum of two matrices is the sum of their conjugate. Third property, A is equal to 2i 3 7 minus 4i matrix ആണ്. അത് നമ്മൾ ഒരു എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. കോംപ്ലക്സോ റിയലോ ഏതിനു k ഇൻറ്റു എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് k2i k3 k7 മൈനസ് 4ki. ഇനി നമ്മളതിൻ്റെ കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് മൈനസ് k2i k3 k7 4ki. ഇനി എ മെട്രിക്സിന് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് മൈനസ് 2i 3 7 4i. അതിന് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മെട്രിക്സ് മൈനസ് k2i k3 k7 4ki. എന്താണ്? k ഇൻറ്റു എ കോൺജുഗേറ്റും എ ഓഫ് കോൺജുഗേറ്റും ഈക്വൽ ആണെന്ന് നമ്മൾ കാണാം. അപ്പോൾ എന്താണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തേക്കാണ്. k ഇൻറ്റു കെ ഓഫ് കോൺജുഗേറ്റ് ഈക്വൽ ടു k ഇൻറ്റു എ കോൺജുഗേറ്റ്. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. Let A is equal to Aij m by n, then A conjugate is equal to matrix Aij conjugate m by n, and Ka of conjugate is equal to Kaij conjugate m by n, but Kaij conjugate is equal to K conjugate into Aij conjugate. Therefore, K into A of conjugate is equal to matrix K conjugate into A conjugate Ij of conjugate Aij conjugate m by n is equal to K conjugate into A. എന്താണ്? K of conjugate is equal to K conjugate into A conjugate. Conjugate ഉണ്ട് ഇടാൻ മറന്നതാണ്. Fourth property, A is equal to 2i 4 3i matrixum, B is equal to matrix 4i 7 3i. AB is equal to A into B ചെയ്ത് കഴിഞ്ഞാൽ matrix 8i 14i 16i 16i 21 12i 12i 21i 9i. AB of conjugates കണ്ടു കഴിഞ്ഞാൽ മൈനസ് 8i മൈനസ് 14i മൈനസ് 6i മൈനസ് 16i 21 മൈനസ് 12i മൈനസ് 12i മൈനസ് 21i മൈനസ് 9i. ഇനി എ മെട്രിക്സ് നമ്മൾ ഇൻഡിവിജ്വലായി കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് മൈനസ് 2i 4 മൈനസ് 3i. ബീനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് മൈനസ് 4i 7 മൈനസ് 3i. ഇനി ഇൻഡിവിജ്വലായി കോൺജുഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സ് മൈനസ് 8i മൈനസ് 14i മൈനസ് 6i മൈനസ് 6i 16i മൈനസ് എ ബിയിലും എ ബി ഓഫ് കോൺജുഗേറ്റിലും ഫസ്റ്റ് റോത്തെ തേർഡ് വൺ 6i ആണ്. ഞാൻ നേരത്തെ 16i എന്നാണ് പറഞ്ഞത്, അറിയാതെ പറഞ്ഞു പോയതാണ്, സോറി. അതായത് എ കോൺജുഗേറ്റ് ഇൻറ്റു ബി കോൺജുഗേറ്റ് ഈക്വൽ ടു മെട്രിക്സ് മൈനസ് 8i മൈനസ് 14i മൈനസ് 6i മൈനസ് 16i 21 മൈനസ് 12i മൈനസ് 12i മൈനസ് 21i മൈനസ് 9i. എ കോൺജുഗേറ്റ് ഇൻറ്റു ബി കോൺജുഗേറ്റും എ ബി ഓഫ് കോൺജുഗേറ്റ് ഈക്വൽ ആണെന്ന് കണ്ടു. അപ്പോൾ എന്താ? എ ബി ഓഫ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് ഇൻറ്റു ബി കോൺജുഗേറ്റ്. ഇനി അതിൻ്റെ പ്രൂഫ് പറയാണ്. Let A is equal to matrix Aij m by n and B is equal to matrix Bij n by p, then A conjugate is equal to
matrix Aij conjugate m by n and B conjugate is equal to Bij conjugate to n by p. It is obvious that AB of conjugate is a m by p matrix and A conjugate into B conjugate is also m by p matrix. Then AB of conjugate and A conjugate into B conjugate are conformable. Now Ij, the element of A conjugate into B conjugate, is equal to summation k equal to 1 to n Aik conjugate into B Kj conjugate. Equation 1. Also, Ij, the element of A, summation k equal to 1 to n Aik Bkj. Therefore, Ij, the element of AB of conjugate is equal to complex conjugate of summation k equal to 1 to n Aik Bkj is equal to summation k equal to 1 to n A conjugate of Ik into B conjugate Kj. Equation 2. Since expression or equations 1 and 2 hold for all values of I and j, we must have AB of conjugate is equal to A conjugate into B conjugate. That is, the conjugate of the product of two matrices is the product in the same order of their conjugates. Last topic, the conjugate transpose or the transposed conjugate of a matrix. The conjugate of the transpose of a matrix A is called the conjugate transpose of A and is denoted by A theta or A transpose of conjugate. It is obvious that the conjugate of the transpose of a matrix is the same as the transpose of the conjugate of that matrix. That is, A transpose of conjugate is equal to A conjugate of transpose. Thus, if A is equal to matrix Aij m by n, then A transpose of conjugate is equal to Aj I conjugate n by m. Conjugate എഴുതാൻ മറന്നാണ്, അവിടെ ഒരു കോൺജുഗേറ്റ് ഉണ്ട്. മെട്രിക്സ് Aj conjugate n by m. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കാണാം, അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുക. എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് ഓഫ് ട്രാൻസ്പോസ്. ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം നമുക്ക്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കാണാം, അല്ലെങ്കിൽ എ കോൺജുഗേറ്റ് കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണാം. Properties of the transposed conjugate of a matrix. If A and B are the transposed conjugate of a matrix A and B respectively. First one, A conjugate of transpose, A conjugate transpose of conjugate transpose is equal to A. Second one, A plus B of conjugate transpose is equal to A conjugate transpose plus B conjugate transpose, A and B being conformal for addition. Third one, K A of conjugate transpose equal to K into conjugate transpose into A conjugate transpose, അവിടെ കോമല ഇൻറ്റു ആണ്. K being any complex numbers or real numbers or scalars. Fourth one, AB of conjugate transpose is equal to B conjugate transpose into A conjugate transpose, A and being conformal for multiplication. Transpose of matrixൻ്റെയും ട്രാൻസ്പോസ്ഡ് കോൺജുഗേറ്റ്സിൻ്റെയും റിവേഴ്സിബിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് മറക്കരുത്. അവിടെ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരുന്നു, ഇവിടെ ബി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. എക്സാമ്പിൾ, A is equal to matrix 1 plus 2i, 5i, 2 plus 9i, 5 minus I, 0, 5i, 1, 3, 5 minus 3i. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്, എന്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കാണാം, അല്ലെങ്കിൽ എ കോൺജുഗേറ്റ് കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണാം. ഇവിടെ എ ട്രാൻസ്പോസ് ആണ് കാണാൻ പോണത്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയെ സെക്കൻഡ് കോളായിട്ടും തേർഡ് റോയെ തേർഡ് കോളായിട്ടും എഴുതുകയാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിനെ
ഫസ്റ്റ് റോ ആയിട്ടും സെക്കൻഡ് കോളത്തിന് സെക്കൻഡ് റോ ആയിട്ടും തേർഡ് കോളത്തിന് തേർഡ് റോ ആയിട്ടും എഴുതാം. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളായിട്ടും തേർഡ് റോയിനെ തേർഡ് കോളായിട്ടാണ് എഴുതുന്നത്. A transpose equal to matrix 1 plus 2i, 5 minus i, 1, 5i, 0, 3, 2 plus 9i, 5i, 5 minus 3i. ഇനി ഈ എ ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് ആണ്. എ തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എ ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഐ വരും. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ വരണേന്ന് നമ്മൾ സൈൻ മാറ്റി ചെയ്താണ്. 1 minus 2i, 5 plus i, 1 minus 5i, 0, 3, 2 minus 9i, i വരേണ്ടത് അയോട്ടയാണ്, minus 5i, 5 plus 3i. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? എ കോൺജുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിന് എക്ക് ഈക്വൽ ആണെന്നാണ് പറയണത്. അപ്പോൾ എ കോൺജുഗേറ്റ് ഓഫ് ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എൻ്റെ കോൺജുഗേറ്റിൻ്റെ എ കോൺജുഗേറ്റ് ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കാണാണ്. അപ്പോൾ എന്താണ് 1 plus 2i, 5i, 2 plus 9i, 5 minus i, 0, 5i, 1, 3, 5 minus 3i. എന്ത് ചെയ്യണം? ഇപ്പോൾ കിട്ടിയിട്ടുള്ള എ കോൺജുഗേറ്റ് ട്രാൻസ്പോസിനെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളായിട്ടും സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളായിട്ടും തേർഡ് റോയിനെ തേർഡ് കോളായിട്ടും എഴുതുന്നുണ്ട്. അതേപോലെ അതിൻ്റെ കോൺജുഗേറ്റ് അതിൻ്റെ സൈൻ മാറ്റി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സൈൻ മാറ്റിയിട്ടും എഴുതുന്നുണ്ട്. അതാണ് എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസും എയും ഈക്വൽ ആണ്. ഇനി അതിൻ്റെ പ്രൂഫ്. let A is equal to matrix Aij m by n, then A transpose of conjugates is equal to A teacher denote ചെയ്യുക, അതന്നെ equal to matrix Aji n by m. Aji n by m conjugate ഇടാൻ മറന്നു. Aji conjugate n by m. Therefore A conjugate of A conjugate transpose of conjugate transpose equal to transposed conjugate of A conjugate transpose is equal to transposed conjugate of matrix Aji conjugate n by m is equal to A conjugate of transpose. Second one, A is equal to matrix 4i 7 2i 8 B is equal to matrix 2 3i 4i 7 A plus B is equal to matrix 6i 10i 6i 15. A plus B of transpose conjugate is equal to minus 6i minus 6i minus 10i 15. എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം സെക്കൻഡ് റോയെ സെക്കൻഡ് കോളം അതേപോലെ കോംപ്ലക്സ് കോൺജുഗേറ്റ് തന്നെ സൈൻ മാറ്റി എഴുതുന്നുണ്ട്. എ പ്ലസ് ബി ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഇനി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കാണുകയാണ്. എ മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് -4i -2i 7 8ഉം ബി മെട്രിക്സിൻ്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് മെട്രിക്സ് 2 -4i -3i 7ഉം. എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് പ്ലസ് ബി കോൺജുഗേറ്റ്, അതായത് ഇൻഡിവിജ്വലായിട്ട് കണ്ടിട്ടുള്ള കോൺജുഗേറ്റ് ട്രാൻസ്പോസിനെ തമ്മിൽ സം ചെയ്യുമ്പോൾ മെട്രിക് -6i -10i 15. അപ്പോൾ എന്താണ്? എ പ്ലസ് ബി ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസും എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് പ്ലസ് ബി കോൺജുഗേറ്റ് ട്രാൻസ്പോസും തമ്മിൽ ഈക്വൽ ആണെന്ന് പറയാം. എ പ്ലസ് ബി ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് പ്ലസ് ബി കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ഇനി അതിൻ്റെ പ്രൂഫ്. let A matrix Aij m by n and B is equal to Bij m by n, then A conjugate transpose equal to matrix Aj conjugate n by m and B conjugate transpose is equal to matrix Bj conjugate n by m. Also A plus B is equal to matrix Aij plus Bij m by n. So A plus B of conjugate transpose is equal to matrix Aj plus Bj conjugate n by m is equal to matrix Aj conjugate plus Bj conjugate n by m.
is equal to matrix AJI conjugate n by m plus matrix BJI conjugate n by m is equal to A theta plus B theta. എന്താണ് A plus B of complex conjugate is equal to A conjugate A plus B of transpose conjugate is equal to A transpose conjugate plus B transpose conjugate. Third property, A is equal to matrix 2i 4i 6i ഉം Ka of transpose conjugate is equal to matrix minus K2i 6 minus K4i 8 ഉം A conjugate transpose equal to matrix minus 2i 6 minus 4i 8 ഉം എന്താണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ സൈനും മാച്ച് ചെയ്തിരുന്നു. എന്നിട്ട് അതിന് നമ്മൾ കെ കൊണ്ടിട്ടുള്ള ഒരു സ്കെയിലാണ് റിയൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കെ ഇൻറ്റു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് K2i 6 മൈനസ് K4i 8. എന്താണ് കെ ഇൻറ്റു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസും കെ എ ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസും ഈക്വൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം, കെ എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ കോൺജുഗേറ്റ് ഓഫ് ട്രാൻസ്പോസ്. അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് Aij m by n, then A conjugate transpose is equal to matrix Aji conjugate n by m, then Ka of conjugate transpose is equal to matrix Kaji conjugate n by m. K conjugate into Aji conjugate n by m is equal to K conjugate into A conjugate. Last property, A is equal to matrix 2i 4 3 ഉം B is equal to 1i 0 2i. AB is equal to matrix 2i 0 4i 4i 0 8i 3i 0 6i. AB of conjugate transpose is equal to first row and first column, second row and second column, third row and third column അതേപോലെ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെ സൈനും മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ മെട്രിക്സ് -2i -4i -3i 0 0 0 -4i -8i -6i എന്ന് കിട്ടും. പിന്നെ എന്താണ് ബീനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കാണുകയാണ്. അപ്പോൾ എന്താണ് മെട്രിക്സ് -1i 0 -2iയും അതേപോലെ എ മെട്രിക്സിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ മെട്രിക്സ് -2i 4 3 കിട്ടും. ബി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രിക്സ് -2i -4i -3i 0 0 0 -4i -8i -6i കിട്ടും. എ ബി ഓഫ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് is equal to ബി കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ഇൻറ്റു എ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. ഇനി അതിൻ്റെ പ്രൂഫ്. ലെറ്റ് എ is equal to matrix Aij m by n and B is equal to matrix Bij n by p, then A transpose of conjugates is equal to matrix Aj conjugate n by m and B is equal to Bji conjugate p by n. It is obvious that C is equal to ABC is equal to matrix Cij is a matrix of order m by p, then AB of transpose of conjugates is equal to matrix Cij conjugate p by m is equal to a matrix of order p by m. Also, it is obvious that B transpose of conjugate into A transpose of conjugate is a matrix of order p by m. Thus, the matrices AB transpose of conjugates is equal to B transpose of conjugates into A transpose of conjugates are confirmed because it is matrix of order p by m. Now, jith element of AB transpose of conjugate is equal to ijth element of AB of conjugate is equal to summation k equal to 1 to n aik bkj of conjugates is equal to summation k equal to 1 to n a conjugate ik b conjugate kj. The element of jth row of B transpose of conjugates are B1j conjugate, B2j conjugates, etc. Bnj conjugates are the element of
ith column of A transpose of conjugates are AI1 conjugate, AI2 conjugates, etc. AIN conjugate. Then jith element of B transpose of conjugates A transpose of conjugates is equal to summation k equal to 1 to n bkj conjugate aik conjugates is equal to summation k equal to 1 to n aik conjugate bkj conjugate for all values of I and j. Thus the matrix AB of transpose of conjugate and B transpose of conjugate into A transpose conjugates are conformable and their corresponding elements are equal. Hence, AB transpose of conjugate is equal to B transpose of conjugate into A transpose of conjugate. This result is called the reversal law for conjugate transposes. Thank you.